Good morning dear students. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫംഗൽ ഡിസീസസ് ഇൻ മാൻ. Fungal diseases in man. Fungal diseases are non-contagious disease caused by various species of Aspergillus. Aspergillus എന്ന് പറയുന്ന ഫംഗസിൻ്റെ പല സ്പീഷീസുകൾ ഉണ്ടാക്കുന്ന നോൺ കണ്ടേജിയസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ അത്ര വളരെ നമുക്ക് ഭീകരമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാക്കാത്ത ഡിസീസുകളെയാണ് നമ്മൾ മെയിനായിട്ടും ഫംഗൽ ഡിസീസിൽ പഠിക്കാൻ പോകുന്നത്. ആസ്പെർജില്ലസ് സ്പീഷീസുകളാണ് കൂടുതലായിട്ടും മനുഷ്യരിലും ആനിമൽസിലും ഒക്കെ ഫംഗൽ ഡിസീസ് ഉണ്ടാക്കുന്നത്. ഏകദേശം 185 ഫംഗൽ സ്പീഷീസുകൾ ഉണ്ട്. അതിൽ 20 ഹാംഫുള്ളാണ്. ആസ്പെർജില്ലസിൽ ആസ്പെർജില്ലസ് നൈഗർ, ആസ്പെർജില്ലസ് ഫ്യൂമിഗേറ്റസ്, ആസ്പെർജില്ലസ് ഫ്ലേവസ് ഇവയാണ് കോമൺ ആയിട്ടുള്ളത്. ആസ്പെർജില്ലസ് ഫ്ലേവസ് എന്ന് പറയുന്ന ഫംഗസ് അഫ്ലാടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അഫ്ലാടോക്സിൻ എന്ന് പറയുമ്പോൾ അതൊരു പൊട്ടൻ്റ് ആയിട്ടുള്ള ടോക്സിനും കാർസിനോജനുമാണ്. പൊട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടോക്സിനും അതുപോലെ തന്നെ കാർസിനോജനുമാണ്. അത് നട്ട്സിനെയും ഗ്രെയിൻസിനെയൊക്കെ കണ്ടാമിനേറ്റ് ചെയ്യുന്ന ടോക്സിനാണ്. നട്ട്സും ഗ്രെയിൻസും അതായത് സ്റ്റോറേജ് ഗ്രാനറിയിലൊക്കെ കാണുന്ന ഒരു ഫംഗസാണ് ഈ ആസ്പെർജില്ലസ് ഫ്ലേവസ്. ആസ്പെർജില്ലസ് ഫ്ലേവസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിനാണ് അഫ്ലാടോക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫംഗൽ ഡിസീസിൽ മെയിനായിട്ടും ആസ്പെർജില്ലസ് ഫംഗൽ സ്പീഷീസ് ഉണ്ടാക്കുന്ന രോഗങ്ങളെയാണ് പഠിക്കുന്നത്. Aspergillus is a saprophytic fungi. The mycelium is found on the surface of the substratum. Hyphae penetrate into the substrate and absorbing nutrients. അപ്പോൾ ആസ്പെർജില്ലസ് എന്ന് പറയുമ്പം സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ഫംഗസ് ആണ്. മൈസീലിയ എന്ന് പറയുന്ന സബ്സ്ട്രേറ്റിൻ്റെ സർഫസിലായിരിക്കും. ഹൈഫെ എന്നാൽ സബ്സ്ട്രേറ്റിനകത്തേക്ക് പെനട്രേറ്റ് ചെയ്തിട്ട് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. They are the common contaminants of starchy food such as bread, potato and grow on many plants and trees. അപ്പോൾ സ്റ്റാർച്ചി ഫുഡ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ബ്രെഡിലും അതുപോലെ പൊട്ടറ്റോയിലും ഒക്കെ കാണുന്ന കോമൺ ആയിട്ടുള്ള ഫംഗസ് ഈ ആസ്പെർജില്ലസ് ആണ്. അത് പ്ലാന്റ്സിലും ട്രീസിലും അതുപോലെ തന്നെ വളരുന്നുണ്ട്. അപ്പോൾ സ്റ്റാർച്ചി ഫുഡ് മെറ്റീരിയൽസിനെ ഏറ്റവും കൂടുതൽ കണ്ടാമിനേറ്റ് ചെയ്യുന്നത് ഈ ആസ്പെർജില്ലസ് ആണ്. ഈ ആസ്പെർജില്ലസിൻ്റെ പ്രസൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതിലൊരു സ്മോക്കി കൊണീഡിയ കാണും. അപ്പോൾ ആ സ്മോക്കി കൊണീഡിയ ഗ്രീൻ കളേർഡ് ആണെങ്കിൽ, കൊണീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സാണ്. ആ റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള കൊണീഡിയ അത് ഗ്രീൻ കളേർഡ് ആണെങ്കിൽ നമുക്കത് ആസ്പെർജില്ലസ് ആണെന്ന് ഉറപ്പിക്കാം. ഫംഗസ് ഈസ് ഫൗണ്ട് ഇൻ റോട്ടൺ വുഡ് ആൻഡ് റോട്ടൺ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. അപ്പോൾ ഫംഗസ് ഈ സ്റ്റാർച്ചി മെറ്റീരിയൽസിലും അതുപോലെ തന്നെ പ്ലാന്റ്സിലും ഒക്കെ കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ റോട്ടൺ ആയിട്ടുള്ള തടികൾ അഴിയാൻ വെച്ചേക്കുന്ന തടികളിലും അതുപോലെ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും എല്ലാം ഈ ആസ്പെർജില്ലസ് കാണപ്പെടുന്നുണ്ട്. മോഡ് ഓഫ് ഇൻഫെക്ഷൻ. സ്പോർസ് ആർ പ്രസൻറ്റ് ഇൻ എയർ വി ബ്രീത്ത് ആൻഡ് നോർമലി ഡസ് നോട്ട് കോസ് എനി ഇൽനെസ്. ഇപ്പം നമ്മൾ ശ്വസിക്കുന്ന വായുവിലെല്ലാം തന്നെ ആസ്പെർജില്ലസിൻ്റെ സ്പോർസ് ഉണ്ട്. പക്ഷേ നോർമൽ കേസിൽ അങ്ങനെ അത് ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാക്കത്തില്ല. എന്നാൽ വീക്കൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉള്ള ആൾക്കാരിൽ അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇൻഹലേഷൻ വഴിയാണ് അവർക്ക് ഇൻഫെക്ഷൻ വരുന്നത്. അപ്പം അറ്റ്മോസ്ഫിയറിൽ ഉള്ള സ്പോറുകൾ അവർ മൂക്കിൽ കൂടെ വലിച്ചു കയറ്റുന്നു. അപ്പം അകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഗ്രാനുലോമാറ്റസ് ലീഷൻസും നോഡ്യൂൾസും ഫോം ചെയ്യിക്കുന്നു. എന്നിട്ടത് റെസ്പിറേറ്ററി ട്രാക്റ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം മറ്റുള്ള ഓർഗൻസിലേക്കും ടിഷ്യൂസിലേക്കൊക്കെ അത് വ്യാപിക്കുന്നു. അപ്പം ടിഷ്യൂസിൽ ലങ്സിലെത്തിക്കഴിഞ്ഞാൽ അത് ഗ്രാനുലോമേറ്റസ് ലീഷൻസും നോഡ്യൂൾസും റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഫോം ചെയ്യുന്നു. എന്നിട്ട് മറ്റ് ഓർഗൻസിലേക്ക് അത് വ്യാപിക്കുന്നു. ആസ്പെർജില്ലസ് ഫ്യൂമിഗേറ്റസ് ഒരു തെർമോഫിലിക് ആയിട്ടുള്ള ഫംഗിയാണ്. ഇനി ഇതിൻ്റെ സാധാരണ ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഇൻഡിവിഡ്വൽ ആണെങ്കിൽ പൾമണറി ഡിഫെൻസീവ് മെക്കാനിസം ഒക്കെ തന്നെ വളരെ എഫക്റ്റീവ് ആയിരിക്കും. അത് ഈ ഓർഗാനിസത്തിനെ ലങ്സിലുള്ള അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പം ഇതിന് അങ്ങനെയുള്ളൊരു ഹെൽത്തി ഇൻഡിവിഡ്വലിൽ ലങ്സിനകത്തിലുള്ള മാക്രോഫേജസ് ഇതിൻ്റെ സ്പോർട്സിനെ ഇൻഗസ്റ്റ് ചെയ്ത് വിഴുങ്ങി നശിപ്പിക്കുന്നു. ഹൈഫയെ ന്യൂട്രോഫിൽസ് വിഴുങ്ങി നശിപ്പിക്കുന്നു. ഇൻഫെക്ഷൻ ഹെൽത്തിയർ അല്ലാത്ത ഇൻഡിവിഡ്വൽസിൽ, അതായത് ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിഡ്വൽസിലൊക്കെ ഇൻഫെക്ഷൻ ആദ്യം എലമെൻ്ററി കനാലിലായിരിക്കും തുടങ്ങുന്നത്. അപ്പം മൂക്കിനകത്തല്ല, വലിച്ച് ആയാലും സർക്കുലേഷൻ വഴി അത്
എലമെൻ്ററി കനാലിലെത്തിയിട്ട് എലമെൻ്ററി കനാലിലായിരിക്കും ഇൻഫെക്ഷൻ ബിഗിൻ ചെയ്യുന്നത്. അപ്പോൾ ഹെൽത്തിയർ ഇൻഡിവിജ്വൽസിൽ മൈക്രോഫേജസിൻ്റെ ന്യൂട്രോഫിൽസിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് മൂലം അല്ലെങ്കിൽ അവരുടെ ഫങ്ഷനിങ് മൂലം അതിൻ്റെ സ്പോർട്സും അതുപോലെ തന്നെ ഹൈഫയും എല്ലാം തന്നെ നശിപ്പിക്കുന്നു. എന്നാൽ ഹെൽത്തിയർ അല്ലാത്ത ഇൻഡിവിജ്വൽസിൽ എലമെൻ്ററി കനാലിലായിരിക്കും ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആസ്പെർജില്ലസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണോ സപ്രസ്ഡ് ഇൻഡിവിജ്വൽസിലാണ് കോമൺ ആയിട്ടും വരുന്നത്. അതുപോലെ തന്നെ പ്രൊലോങ്ഡ് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരിലും ഇത് വരാറുണ്ട്. സിവിയർ ന്യൂമോണിയയാണ് ഇതാദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 4 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത്. 4 മെയിൻ സിൻഡ്രംസ് ആണ് ആസ്പെർജില്ലസ് ലങ്സിനെ ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ടും ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ അലർജിക് ബ്രോങ്കോ പൾമണറി ആസ്പെർജില്ലോസിസ്. അലർജിക് ബ്രോങ്കോ പൾമണറി ആസ്പെർജില്ലോസിസ്. അപ്പോൾ അതിൻ്റെ ഒരു അബ്രീവിയേഷനാണ് ABPA, അലർജിക് ബ്രോങ്കോ പൾമണറി ആസ്പെർജില്ലോസിസ്. പിന്നെ ക്രോണിക് നെർക്കോട്ടൈസിങ് ആസ്പെർജില്ലസ് ന്യൂമോണിയ, ക്രോണിക് നെർക്കോട്ടൈസിങ് ആസ്പെർജില്ലസ് ന്യൂമോണിയ. പിന്നെ ആസ്പെർജില്ലോമ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഇൻവേസീവ് ആസ്പെർജില്ലോസിസ്. അപ്പോൾ ഇൻവേസീവ് ആസ്പെർജില്ലോസിസ്, ആസ്പെർജില്ലോമ, ക്രോണിക് നെർക്കോട്ടൈസിങ് ആസ്പെർജില്ലസ് ന്യൂമോണിയ, അലർജിക് ബ്രോങ്കോ പൾമണറി ആസ്പെർജില്ലോസിസ്. ഇതെല്ലാം ആസ്പെർജില്ലസ് ഇൻഫെക്ഷൻ്റെ ഓരോ 4 സ്റ്റേജസ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ സിംറ്റംസ് ആയിരിക്കും ഒരു ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഒത്തിരിയും കാലം കൊണ്ട് കഴിക്കുന്ന ആൾക്കാരിൽ വരുന്നത്. അപ്പോൾ ഇത് ഏത് വന്നാലും ന്യൂമോണിയയിലേക്ക് അത് നയിക്കപ്പെടും. ഇനി അടുത്തതെന്ന് പറയുന്നത് ആസ്പെർജില്ലസ് കൊണ്ടുള്ള മറ്റൊരു ദോഷമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആസ്പെർജില്ലസ് ഫ്ലേവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പൊട്ടൻ്റ് ആയിട്ടുള്ള ടോക്സിനാണ് അഫ്ലോടോക്സിൻ എന്ന് പറയുന്നത്. അഫ്ലാടോക്സിൻ ഇറ്റ് ഈസ് എ നാച്ചുറലി ഒക്കറിങ് മൈക്കോടോക്സിൻ ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ആസ്പെർജില്ലസ്. Aflatoxin is a toxin as well as a carcinogen. It can be metabolized by liver to an intermediate less harmful hydroxylated compound. അപ്പം ആസ്പെർജില്ലസ് അഫ്ലാടോക്സിൻ നമ്മുടെ ശരീരത്തിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിവർ അതിനെ ഒരു ലെസ് ഹാംഫുൾ ആയിട്ടുള്ള കോമ്പൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഹൈഡ്രോക്സിലേറ്റഡ് കോമ്പൗണ്ടായിട്ട് അതിനെ ഒരു ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യും. പക്ഷേ ആ കോമ്പൗണ്ടും നമുക്ക് ടോക്സിൻ തന്നെയാണ്. അപ്പം അത് ഈ ടോക്സിൻ പ്രൊഡ്യൂസിങ് ആസ്പെർജില്ലസിൻ്റെ മെമ്പേഴ്സ് വളരെ നേച്ചറിലല്ല എല്ലായിടത്തും കാണപ്പെടുന്ന മെമ്പേഴ്സാണ്. അവർ ഗ്രെയിൻസിനെ, അതായത് സീരിയൽസിനെ, റൈസ്, വീറ്റ്, ബാർലി അങ്ങനെയുള്ള സാധനത്തിനെയൊക്കെ തന്നെ കണ്ടാമിനേറ്റ് ചെയ്യുന്നു. ഹാർവസ്റ്റിൻ്റെ സമയത്തും സ്റ്റോറേജിൻ്റെ സമയത്തുമൊക്കെ മോയിസ്റ്റ് എൻവയോൺമെൻറ്റ് ഉള്ളിടത്താണെങ്കിൽ ഈ ആസ്പെർജില്ലസ് സ്പീഷീസ് നന്നായിട്ട് വളർന്നിട്ട് അഫ്ലാടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫീഡ് കഴിക്കുന്ന, അപ്പോൾ ഈ വേണ്ടാത്ത നമ്മൾ പൂപ്പലും ഒക്കെ പിടിച്ച സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? അത് വേവിച്ച് പശുവിനോ താറാവിനോ കോഴിക്കോ ഒക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ ഫീഡ് കഴിക്കുന്ന ആനിമൽസിൻ്റെ മിൽക്കിലും ഈ അഫ്ലാടോക്സിൻസിൻ്റെ പ്രസൻസ് ഉണ്ട്. അഫ്ലാടോക്സിൻ എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ടോക്സിൻ ആണെന്ന് പറഞ്ഞു. അത് ലിവർ ഡിസീസിന് കാരണമാകുന്നു. ഇതിന് എഗനിസ്റ്റായിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൻറ്റിഡോട്ട് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അഫ്ലാടോക്സിൻ്റെ ടോക്സിസിറ്റി കൂടുതലായിട്ട് വരുമ്പോൾ ഉള്ള ആ കണ്ടീഷനെയാണ് നമ്മൾ അഫ്ലാടോക്സിക്കോസിസ് എന്ന് പറയുന്നത്. അഫ്ലാടോക്സിക്കോസിസ്. അപ്പോൾ അഫ്ലാടോക്സിൻ എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ആസ്പെർജില്ലസ് സ്പീഷീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പൊട്ടൻ കാർസിനോജൻ ആൻഡ് ടോക്സിനാണ്. അത് നമ്മൾ ഇൻഗസ്റ്റ് ചെയ്യാൻ ഇടവന്നു കഴിഞ്ഞാൽ ലിവർ അതിനെ ലെസ് ടോക്സിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുമെങ്കിലും അത് വീണ്ടും ടോക്സിൻ തന്നെയാണ്. അത് ഗ്രെയിൻസൊക്കെ അല്ലെങ്കിൽ സ്റ്റോറേജ് ഗ്രെയിൻസിലും അതിൻ്റെ ഹാർവസ്റ്റിംഗ് ടൈമിലുമൊക്കെ അത് ആസ്പെർജില്ലസ് ഇൻഫെക്ഷൻ ഉണ്ടായാൽ അഫ്ലാടോക്സിൻ ധാരാളമായിട്ട് ഗ്രെയിൻസിൽ കാണാനുള്ള ഇടയുണ്ട്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഈ ഗ്രെയിൻസ് കടിക്കുന്ന ആനിമൽസിൻ്റെ മിൽക്കിലും ഈ അഫ്ലാടോക്സിൻസിൻ്റെ പ്രസൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് ലിവർ ഡിസീസിന് കാരണമാകുന്നു. ഇതിന് ഈ കണ്ടീഷൻ അഫ്ലാടോക്സിൻ മൂലം ഉണ്ടാകുന്ന ആ ഒരു ടോക്സിക് കണ്ടീഷനെ നമ്മൾ അഫ്ലാടോക്സിക്കോസിസ് എന്നാണ് പറയുന്നത്. അത് ലിവർ ഡിസീസിലേക്ക് നയിക്കുന്നു. അതിന് എഗനിസ്റ്റായിട്ട് സ്പെസിഫിക് ഒരു ആൻറ്റിഡോട്ട് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഇനി അടുത്ത ഡിസീസാണ് ഫംഗൽ ഡിസീസാണ് കാൻഡിഡിയാസിസ്. കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത് ഈസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡ ആൽബിക്കൻസ് ഉണ്ടാക്കുന്ന ഡിസീസാണ്. അപ്പോൾ ഒരു ഈസ്റ്റ് ഉണ്ടാക്കുന്ന ഡിസീസാണ്
കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത്. ഈസ്റ്റിൻ്റെ പേരാണ് കാൻഡിഡ ആൽബിക്കൻസ്. അപ്പോൾ ഇത് വജൈനൽ ഇൻഫെക്ഷൻ, വിമൻസിലെ വജൈനൽ ഇൻഫെക്ഷന് വിമനിലെ വജൈനൽ ഇൻഫെക്ഷന് കാരണമാകുന്ന ഡിസീസാണ് ഈ കാൻഡിഡ ആൽബിക്കൻസ് ഉണ്ടാക്കുന്ന കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൗത്ത് ഇൻഫെക്ഷനും ഇത് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇമ്മ്യൂൺ റെസ്പോൺസ് കുറവുള്ളവരിലും അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരിലും ഒക്കെയാണ് ഈ മൗത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ നോർമലി എല്ലാ പീപ്പിളിലും ഈ കാൻഡിഡ കാണാറുണ്ട്. പക്ഷെ അങ്ങനെ പ്രോബ്ലംസ് ഒന്നും കാൻഡിഡ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു നോർമൽ ഇൻഹാബിറ്റൻ്റായിട്ട് കാണുന്ന ഒരു ഫംഗയാണ്. പക്ഷേ ചിലരിൽ മാത്രം, അതായത് ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ, അപ്പോൾ ഒരു ഓപ്പർച്യൂണിസ്റ്റിക് പതോജനായിട്ട് നമുക്ക് കാൻഡിഡയെ പറയാം. അതുപോലെ തന്നെ ചില ആൻറ്റിബയോട്ടിക് ഒത്തിരി കഴിക്കുന്ന ആൾക്കാരിലും ഒക്കെയാണ് കാൻഡിഡ ആൽബിക്കൻസ് ഒരു പ്രശ്നകാരിയായിട്ട് മാറുന്നത്. അപ്പോൾ കാൻഡിഡ ആൽബിക്കൻസിൻ്റെ മെയിൻ ഒരു കോസ് അല്ലെങ്കിൽ കാൻഡിഡിയാസിസ് എന്നുള്ളൊരു രോഗം കാൻഡിഡ ആൽബിക്കൻസ് കൊണ്ടുവരാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം ഓവർ യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്, റൈസ് ഓഫ് എയ്ഡ്സ്, അതുപോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഉപയോഗിക്കുന്ന സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ, കത്തീറ്റർ, അതുപോലെ ആർട്ടിഫിഷ്യൽ ജോയിൻസ് ഒക്കെ നമ്മൾ ശരീരത്തിൽ വെക്കുകയാണെങ്കിൽ അത് വാൽസിനൊക്കെ തകരാറുള്ളപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ വാൽസ് വയ്ക്കുക. അപ്പോൾ അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ബോഡിക്ക് പുറത്തു നിന്നുള്ള സാധനങ്ങൾ നമ്മുടെ ബോഡിക്കകത്തേക്ക് കയറുമ്പോഴാണ് ഈ കാൻഡിഡിയാസിസ് എന്നുള്ളൊരു ഫംഗൽ ഇൻഫെക്ഷൻ നമ്മളെ ബാധിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടും വരുന്നത്. ഇനി ടൈപ്പ് ഓഫ് കാൻഡിഡിയാസിസ്. അപ്പോൾ കാൻഡിഡിയയുടെ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നോസോകോമിയൽ, നമ്മൾ പറഞ്ഞു കത്തീഡ്രൽ വഴിയാകാം, സർജറിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വഴിയാകാം, ട്രാൻസ്പ്ലാന്റ്സ് വഴിയാകാം, വാൽസ് വഴി, ആർട്ടിഫിഷ്യൽ ജോയിൻസ് വഴിയൊക്കെ. അപ്പോൾ ഒരു നോസോകോമിയൽ ഇൻഫെക്ഷനാണ് അല്ലേ, ഹോസ്പിറ്റലിൽ നിന്ന് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഇൻഫെക്ഷനാണ് കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ കാൻഡിഡിയാസിസ് മെയിനായിട്ട് 3 തരത്തിലാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് കാൻഡിഡിയാസിസ് ഉണ്ടെന്ന് പറയാം. ഒന്നാമത്തേത് ഓറൽ കാൻഡിഡിയാസിസ്, രണ്ടാമത്തേത് വജൈനൽ കാൻഡിഡിയാസിസ്, ആൻഡ് തേർഡ് വൺ ഈസ് ഡീപ്പ് ഓർഗൻ കാൻഡിഡിയാസിസ്. ഓറൽ കാൻഡിഡിയാസിസിൻ്റെ മറ്റൊരു പേരാണ് ത്രഷ് എന്ന് പറയുന്നത്. ഇത് വൈറ്റ് കേർഡ് ലൈക്ക് പാച്ചസ് മൗത്തിലും ത്രോട്ടിലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ വെള്ളം പൂപ്പൽ പോലെ ഇരിക്കുന്ന പാച്ചസ് വായ്ക്കകത്തും തൊണ്ടയിലും ഒക്കെ ഫോം ചെയ്യുന്ന ഒരു രോഗമാണ് ഓറൽ കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത്. വജൈനൽ കാൻഡിഡിയാസിസ് എന്ന് പറയുമ്പോൾ വജൈനയിൽ ഉണ്ടാകുന്ന കാൻഡിഡ ആൽബിക്കൻസിൻ്റെ ഇൻഫെക്ഷനാണ്. ഡീപ്പ് ഓർഗൻ കാൻഡിഡിയാസിസ് ഓർ ഇൻവേസീവ് കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത് അത് ഓർഗൻസിനെ ബാധിക്കുന്ന കാൻഡിഡിയാസിസ് ആണ്. അതിപ്പം ഈസോഫാഗസ്, ഹാർട്ട്, ബ്ലഡ്, ലിവർ, സ്പ്ലെയിൻ, കിഡ്നി ആൻഡ് സ്കിൻ. അപ്പം ഒരുമാതിരി എല്ലാ ഓർഗൻസിനെയും ഡീപ്പ് ഓർഗൻ കാൻഡിഡിയാസിസ് വരുമ്പോൾ ബാധിക്കുന്നു. അതായത് ഈസോഫാഗസ്, ഹാർട്ട്, ബ്ലഡ്, ലിവർ, സ്പ്ലെയിന്, സ്കിന്ന്, കിഡ്നി. അപ്പോൾ ഇത്രയൊക്കെ ഓർഗൻസിനെ ഡീപ്പ് ഓർഗൻ കാൻഡിഡിയാസിസ് ബാധിക്കുന്നുണ്ട്. അപ്പം കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത് കാൻഡിഡ ആൽബിക്കൻസ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണെന്ന് പറഞ്ഞാൽ അത് നോസോകോമിയൽ ഇൻഫെക്ഷന് ഒരു എക്സാമ്പിളാണ്. കാൻഡിഡ ആൽബിക്കൻസ് ഒരു നോർമൽ ഇൻഹാബിറ്റൻ്റ് ആണ്. എന്നാൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിലും ആൻറ്റിബയോട്ടിക്സ് ഒത്തിരി എടുക്കുന്ന ആൾക്കാരിലും എയ്ഡ്സിൻ്റെ ഒക്കെ റിസ്ക് ഉള്ളവരിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ നടത്തിയവരിലും ഒക്കെ ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാൻഡിഡിയാസിസ് 3 തരത്തിലുണ്ട്. അതിൽ ഒന്നാമത്തേത് ഓറൽ കാൻഡിഡിയാസിസ്. ഓറൽ കാൻഡിഡിയാസിസ് എന്ന് പറയുമ്പം ത്രഷ് എന്ന് പറയുന്നു, കേർഡ് ലൈക്ക് പാച്ചസ് മൗത്തിലും ത്രോട്ടിലും ഒക്കെ ഫോം ചെയ്യുന്നു. വജൈനൽ കാൻഡിഡിയാസിസ് വജൈനയിലുള്ള കാൻഡിഡ ആൽബിക്കൻസിൻ്റെ ഇൻഫെക്ഷൻ പോലെ ഉണ്ടാകുന്നു. ഡീപ്പ് ഓർഗൻ കാൻഡിഡിയാസിസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ശരീരത്തിലെ മിക്ക ഓർഗൻസിനെയും അത് അഫക്റ്റ് ചെയ്യുന്നു. അത് ഈസോഫാഗസും ഹാർട്ടും ബ്ലഡും ലിവർ, സ്പ്ലെയിന്, കിഡ്നി, സ്കിൻ പോലെയുള്ള ഓർഗൻസിനെയൊക്കെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഡീപ്പ് ഓർഗൻ കാൻഡിഡിയാസിസ് ഓർ ഇൻവേസീവ് കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിസ്റ്റമിക് ഇൻഫെക്ഷനാണ്. സിസ്റ്റമിക് എന്ന് പറയുമ്പം ശരീരത്തിലെ എല്ലാ പാർട്ടിനും ഒരുപോലെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ സിസ്റ്റമിക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് അഫക്റ്റ് ഈസോഫാഗസ്, ഹാർട്ട്, ബ്ലഡ്, ലിവർ, സ്പ്ലെയിൻ, കിഡ്നി ആൻഡ് സ്കിൻ. നെക്സ്റ്റ് ഈസ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ കാൻഡിഡിയാസിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത്? വജൈനൽ, ഓറൽ ആൻഡ് ഡീപ്പ് ഓർഗൻ കാൻഡിഡിയാസിസ് ആർ ഓപ്പർച്യൂണിസ്റ്റിക് ഡിസീസ് ദാറ്റ് അഫക്റ്റ് വെൻ പേഴ്സൺ റെസിസ്റ്റൻസ് ഈസ് ലോവേർഡ് ഡ്യൂ ടു അതർ ഇൽനസ്. അപ്പം ഈ 3 കാൻഡിഡിയാസിസ് ഉണ്ടാവാനുള്ള മെയിൻ കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊണ്ടാണ്. മറ്റേതെങ്കിലുമൊക്കെ രോഗം വന്നത് മൂലം നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇതുവരെ ഓപ്പർച്യൂണിറ്റി പതോജൻസ് ആയിട്ട് നമുക്ക്
രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ എയ്ഡ്സ് പോലെയുള്ള ഒരു സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം കാൻഡിഡിയാസിസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. വജൈനൽ കാൻഡിഡിയാസിസിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് ആൻറ്റി ഫംഗൽ ക്രീംസ് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ആൻറ്റി ഫംഗൽ ക്രീമിന് എക്സാമ്പിളാണ് മൊണീസ്റ്റാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൊണീസ്റ്റാറ്റ് പോലെയുള്ള ആൻറ്റി ഫംഗൽ ക്രീംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വജൈനൽ കാൻഡിഡിയാസിസ് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓറൽ കാൻഡിഡിയാസിസ് ട്രീറ്റ് ചെയ്യാനായിട്ട് മൗത്ത് വാഷ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഡീപ്പ് ഓർഗൻ കാൻഡിഡിയാസിസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഓൾ ഓർഗനെ അഫക്റ്റ് ചെയ്തതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു മെഡിസിൻ കൊണ്ട് തീരത്തില്ല. അപ്പോൾ അത് ആൻറ്റി ഫംഗൽ കീമോതെറാപ്പി ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ആ ഡിസീസിൻ്റെ സ്പ്രെഡിനെ കുറയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 ഫംഗൽ ഡിസീസാണ് പഠിച്ചത്. ആസ്പെർജില്ലസ് ഉണ്ടാക്കുന്ന ആസ്പെർജില്ലോസിസ്, അതുപോലെ ആസ്പെർജില്ലോസിസിനൊപ്പം നമ്മൾ 3 വേറെ ഡിസീസുകളും പറഞ്ഞായിരുന്നു. അപ്പോൾ അത്രയും ഡിസീസുകൾ ഉണ്ടാക്കുന്ന ആസ്പെർജില്ലസിനെ നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ ആസ്പെർജില്ലസിൻ്റെ തന്നെ ഒരു ടോക്സിനായിട്ടുള്ള അഫ്ലാടോക്സിൻ മൂലം ഉണ്ടാകുന്ന അഫ്ലാടോക്സിക്കോസിസും നമ്മൾ കണ്ടു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് കാൻഡിഡ ആൽബിക്കൻസ് ഉണ്ടാക്കുന്ന 3 തരത്തിലെ കാൻഡിഡിയാസിസ് ആണ്. വജൈനൽ കാൻഡിഡിയാസിസ്, ഓറൽ കാൻഡിഡിയാസിസ് ആൻഡ് ഡീപ്പ് ഓർഗൻ കാൻഡിഡിയാസിസ്. ആസ്പെർജില്ലസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയായിരുന്നു? ആസ്പെർജില്ലസ് അലർജിക് ബ്രോങ്കോ പൾമണറി ആസ്പെർജില്ലോസിസ്, അതുപോലെ ക്രോണിക് ആസ്പെർജില്ലോസിസ് അല്ലേ, ക്രോണിക് നർക്കോട്ടൈസിങ് ആസ്പെർജില്ലസ്, ന്യൂമോണിയ, പിന്നെ ആസ്പെർജില്ലോമ ആൻഡ് ഇൻവേസീവ് ആസ്പെർജില്ലോസിസ്. അപ്പം അങ്ങനെ 4 ആസ്പെർജില്ലസിൻ്റെ ഡിസീസ്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു. അപ്പോൾ ഈ 2 ഫംഗൽ ഡിസീസേ നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുള്ളൂ. താങ്ക് യു.